ഏറ്റവും പ്രിയം നിറഞ്ഞ എൻ്റെ സഹപാഠികളായ സഹോദരി സഹോദരങ്ങളെ, വളരെ സന്തോഷകരമായ ഒരു വേളയിലാണ് നാം നിലകൊള്ളുന്നത്. നമ്മുടെ SSC ബാച്ചിൻ്റെ 4ാമത്തെ വാർഷികമാണ് ഇന്നിവിടെ കൊണ്ടാടുന്നത്. അത് ഏറ്റവും സന്തോഷകരം നിറഞ്ഞൊരു ദിനം തന്നെയാണ് ഇന്നത്തെ ദിനം. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഒന്നിച്ച് ഒരു പള്ളിക്കൂടത്തിൽ പഠിച്ച് നമ്മൾ വീണ്ടും ഇവിടെ ഒത്തുകൂടുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇത്രയും ആയുസ്സ് തന്ന സർവശക്തനോട് നാം എന്നും കടപ്പെട്ടിരിക്കുന്നു. ആരോഗ്യത്തോടുള്ള ഈ ഒരു നിലകൊള്ളാൻ കഴിയുന്നത് തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെ തിരക്കിലിടയിലും നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയത്, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഞായറാഴ്ച ദിവസമാണ്, കല്യാണങ്ങളുണ്ട്, മറ്റു പരിപാടികളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും സഹപാഠികളുടെ കൂടെ ഒത്തുകൂടുക എന്ന് പറയുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിനം തന്നെയാണ്. ആ ദിനം അതിൻ്റേതായ രൂപത്തിൽ ഉൾക്കൊണ്ട് അതിൽ പങ്കെടുക്കാതെ, വലിയ തിരക്കൊന്നും ഇല്ലാതെ തന്നെ പങ്കെടുക്കാതെ ഇരിക്കുന്നത് ഒരു ശരിയായ ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഒരു കൂട്ടായ്മ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു 3-4 വർഷത്തിനിടയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവനവൻ്റെ കഴിവിനനുസരിച്ച് അല്ലെ അതിന് അപ്പുറം എല്ലാവരും സഹായിച്ച് സഹകരിച്ച് നമുക്കൊക്കെ അവർക്കൊക്കെ ഒരു താങ്ങാവുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെ സന്തോഷം. നമ്മൾ 4ാം വർഷവും നമുക്ക് ഒത്തുകൂടാൻ സർവേശ്വരൻ നമുക്ക് ആയുസ് തന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഒന്നിച്ചിരിക്കുന്നു. ഞാനൊന്നും ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ എന്തും ഇങ്ങനെ ആയി മാറുന്ന, അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറയുന്നത് എനിക്ക് 150 വയസ്സ് വരെ ആയുസ് തരണം. കാരണം ഇപ്പോഴും നമ്മളെല്ലാവരും 50 കഴിഞ്ഞു, 55 എനിക്കായിട്ട് ഇപ്പോഴും നമ്മൾ ഒരു 28-30 റേഞ്ചല്ലേ കാണുന്നതെല്ലാം അല്ലേ? അപ്പൊ എന്നും ഇങ്ങനെ ആയി മാറണമെങ്കിൽ നമ്മൾ കുറെ ചിരിക്കാനും കുറെ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്താം. നമ്മുടെ ഈ കൂട്ടായ്മയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിതിൽ വരാൻ ഒരു കാരണം, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് സഹപാഠികളെയും മറ്റാളുകളെയും നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നുണ്ട്. അതിലെല്ലാവരും ചെറുതും വലുതുമായ അവരുടെ കോൺട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളെ ഒന്നിച്ചിരുത്തുന്ന ഒരു പ്രധാനമായ കാരണം. അതിൽ ഏറ്റവും നമ്മളെ കൂടെ ഞാനൊന്നും ഒന്നല്ല കേട്ടോ, കാരണം നമുക്ക് അബുസായും അതിൻ്റെ ഷെരീഫായും എല്ലാം തന്നെ ഒന്നിനും തോളോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്താൻ സാധിക്കുന്നത്. ഞാൻ നല്ല ആഘോഷത്തോടെ വിചാരിച്ചായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടി. പക്ഷെ എൻ്റെ മാനസികാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയും. ഞാൻ വിചാരിച്ചു എൻ്റെ ഉമ്മ മരിച്ചിട്ട് 10 ദിവസമായിട്ടേ ഉള്ളൂ. ആ വിഷമം തീർന്നിട്ടില്ല. പക്ഷെ ഞാൻ എനിക്ക് എന്തായാലും ഒന്ന് കാണണമെന്നില്ല, ആഘോഷത്തിൽ ആ ആഗ്രഹത്തിൽ വന്നതാണ്. അപ്പോൾ എന്നെ വലിയ ഉദ്ഘാടനം ചെയ്യാൻ ആക്കി. പക്ഷെ ഞാൻ ഒരു പറഞ്ഞതുകൊണ്ട് ഞാൻ നിൽക്കാനുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് എത്ര മനസ്സ് റെഡിയില്ലാത്ത കാര്യമാണ്. ഞാനത് ആദ്യം പോരണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ വന്ന അവസ്ഥ അങ്ങനെ ആയിപ്പോയി. പ്രാവശ്യം നല്ല എനിക്കൊന്ന് കൂടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി, നല്ല സന്തോഷത്തിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് സാധിക്കില്ല. പക്ഷെ ആ നല്ല വിദ്യയാണല്ലോ, അല്ലെന്നില്ല. എന്നാലും ജന്മ നല്ല പ്രായത്തായിട്ട് നല്ല വ്യക്തി ഉത്തരം നൽകി പോയി. പിന്നെ എല്ലാവരും ദുആ ചെയ്യാം നമുക്ക് വേണ്ടിയിട്ട്. അത്രേ പറയാനുള്ളൂ. പിന്നെ ഈ പരിപാടി നല്ല സന്തോഷത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ നടക്കട്ടെ. ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നമ്മൾ 3 പതിറ്റാണ്ടിന് ശേഷമാണ് 2022 ജനുവരിയിൽ ഒരു സംഗമം നടത്തിയത്. തികച്ചും അപ്രതീക്ഷിതമായി. അന്ന് നമ്മൾ വിദ്യാലയത്തിന്റെ പടിയിറങ്ങുമ്പോൾ കൂട്ടുകാരെ ഇനി ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ല എന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മൾ അന്ന് കഴിഞ്ഞത്. കാരണം
ഇന്നത്തെ പോലെ ശാസ്ത്രം അന്ന് പുരോഗമിച്ചിട്ടില്ല. വാർത്താ മാധ്യമം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണോ മറ്റു സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്ത് ഒരാളുടെ വിവരം അന്വേഷിച്ചറിഞ്ഞ് കത്ത് ഇടപാട് വഴിയാണ് നമ്മൾ വിവരങ്ങൾ കൈമാറിയിരുന്നത്. അതൊക്കെ ഒരുപാട് ദിവസങ്ങൾ എടുക്കും. ഇന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ആയിരക്കണക്കിന് മൈൽ അകലെയുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ട് ആശയവിനിമയം നടത്താനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വളരെ ചുരുങ്ങിയ ഈ വേളയിൽ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ ആളുകളെ നമ്മൾ ഒരു നിമിഷം സ്മരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ ഇതേ വേദിയിൽ വെച്ച് വളരെ ഗുരുതരമായ രോഗാവസ്ഥയിലുള്ള നമ്മുടെ ഒരു കൂട്ടുകാരനെ നമ്മൾ ഇവിടെ ഈ വേദിയിൽ എത്തിച്ച് അദ്ദേഹം വളരെ സന്തോഷവാനായിട്ടാണ് ഇവിടെ നിന്ന് തിരിച്ചു പോയത്. നിർഭാഗ്യവശാൽ ആ കൂട്ടുകാരൻ നമ്മളോടൊപ്പമില്ല. അതുപോലെ നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ ഇല്ലെങ്കിലും ഒരു കലാകാരൻ ഉണ്ടായിരുന്നു, പ്രേമദാസ്, ചന്ദ്രദാസ് ഇപ്പോൾ അടുത്ത് ഒരു അപകടത്തിൽ, അതായത് നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, ബോട്ട് അപകടത്തിൽ ബോട്ട് മുങ്ങി മരിച്ചത് കോഴിക്കോട് വെച്ച്. അപ്പൊ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പാണ്. ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഏകദേശം ഒരു 48 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് കൂട്ടായ്മ ഉണ്ടാക്കിയതെങ്കിലും സ്വന്തമായി എല്ലാ പരിപാടികളും നടത്താൻ കഴിവുള്ള ആളുകളാണ് വീടുണ്ടാക്കുന്നതിനും മറ്റുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് മുതൽ മുടക്കില്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളിൽ ഈ ഗെറ്റ് ടുഗദറിൽ വെക്കുകയാണ്. ഒരുപാട് വീടുകളിലുള്ള കുട്ടികളും അല്ലെങ്കിൽ പ്രായമായവരും ആയുള്ള ഡ്രസ്സുകളൊക്കെ മാനസികമായിട്ടൊക്കെ പലരും തളർന്നു പോകും. വീട്ടിലൊക്കെ സന്തോഷകരമാണെങ്കിൽ ജോലി സ്ഥലത്ത് പോകുമ്പോൾ ആ ഒരു സമ്മർദ്ദം കൊണ്ട് ചിലപ്പം തളർന്നു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമുക്ക് ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. അതൊക്കെ നമ്മൾ ഈ ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് ഒരുപാട് ഊർജ്ജങ്ങളും ഇന്നും നമ്മളെ വിദ്യാർത്ഥികളാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരിക. 50 വയസ്സ് കഴിഞ്ഞു, നാളെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്നും നമ്മളുടെ മനസ്സിൽ ആ യുവത്വം നിലനിൽക്കണം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു എൻജോയ് ചെയ്യണം. ഇന്നത്തെ ദിവസത്തിൽ എല്ലാ പാവങ്ങളും തീർക്കുന്നു. ഈ ഇന്നത്തെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഭാര്യ അസുഖം മൂലം, ക്യാൻസർ മൂലം കിടപ്പിലാണ്. അതോടൊപ്പം നമ്മുടെ ഒരു സഹപാഠിയുടെ വീട് ജപ്തി ഭീഷണിയിലാണ്. ആളെ പേരൊന്നും പറയുന്നില്ല. അങ്ങനെ ചിലപ്പോൾ ആളുകൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കേണ്ടി വന്നാലൊക്കെ അവരെ സഹായിക്കേണ്ടതാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ വിട്ടുപോയതാണ്. അതും നമുക്ക് ഇങ്ങനത്തെ ഗെറ്റ് ടുഗദർ പറഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഒരു വലിയൊരു ആശങ്ക പറയാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. നമ്മുടെ ഈ കൂട്ടായ്മ കൂട്ടത്തോടെ കൂട്ടമായി എന്നും കൂട്ടം പറയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി നമ്മുടെ അസർ കരിജോലെ ക്ഷണിക്കുകയാണ്. മിസ്റ്റർ ബാബു, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത സുബൈദ, ഷെരീഫ്, മനോജ്, ആശംസകൾ അർപ്പിച്ച അബൂബക്കർ, എല്ലാവർക്കും ഒറ്റവാക്കിൽ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഈ ഗ്രൂപ്പ് വന്നതിൽ പിന്നെ 1987 എന്ന ഒരു ഗ്രൂപ്പ് ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പിൻ്റെക്കാട്ടിൽ മുന്നിൽ എന്നും തലയുയർത്തി നിൽക്കുകയാണ്.